ഹായ് ഹലോ വെൽക്കം ടു അമേരിക്കൻ മലയാളി ട്രാവൽ വ്ലോഗ്. അപ്പം നമുക്കിന്നൊരു സംഭവം വന്നിട്ടുണ്ട്. എന്താന്ന് നോക്കാം. നോക്കാം. ആദ്യം ഒരു സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡാണ്, 128 GB. ഓക്കെ. ഓഹോ, അങ്ങനെ നമ്മൾ അവസാനം അത് സ്വന്തമാക്കി ഐറ്റം എത്തിയിട്ടുണ്ട്. ഹെലിക്യാമാണ്, DJI Mini 2. ഓക്കെ, ഇതാണ് സംഭവം. അപ്പം നമുക്കിതിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതതിൻ്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെയാണ്, ബില്ലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് തുറന്നു നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ബാഗ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ബാഗ്. കാണാൻ ഞാൻ വിചാരിക്കുന്നു. ഇപ്പം എല്ലാം പോയനെ. ഓഹോ, വളരെ പൊടിയാട്ടോ, വളരെ ചെറുത്. പിന്നെ വരുന്നത് അതിൻ്റെ റിമോട്ട് കൺട്രോളാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് വെച്ചാൽ ഐഫോൺ പോലും കൊടുക്കാത്ത സംഭവമാണ്, DJI നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ ഫോണും ഇതിൻ്റെ റിമോട്ട് കൺട്രോളുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണ് വരുന്നത്. ഓക്കെ, അത് ഓൾറെഡി ഐ തിങ്ക് ഇതിൻ്റെ അകത്തൊരെണ്ണം ഉണ്ട്. ഇതിൻ്റെ അകത്തൊരെണ്ണം ഇരിപ്പുണ്ട്. ഇത് എക്സ്ട്രാ നമുക്ക് സാംസങ് ആണെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഐഫോണിന് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ഇതിൻ്റെ ചാർജറാണ്. അതായത് ബാറ്ററി കേസ് പോലത്തെ ചാർജർ. ഓക്കെ, ഇതിൽ നമുക്ക് ഇങ്ങനെയും ചാർജ് ചെയ്യാം, അല്ലാതെ ഇത് കണക്ട് ചെയ്തും ചാർജ് ചെയ്യാം. 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതുകൂടാതെ തന്നെ ഇതിൽ നിന്നും നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതായത് പവർ ബാങ്ക് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് DJI പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചാർജിങ് കേബിളാണ്, C ടൈപ്പ് കേബിളാണ് സംഭവം. ഇത് മേടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ നേരിട്ട് കാണുന്ന പല വിഷ്വലും എനിക്ക് നിങ്ങളിൽ കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. സോ ഈ ഹെലിക്യാമും കൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ഞാനിപ്പം നേരെ നമ്മൾ എവിടെയാണോ പോകുന്നത് ആ ഒരു സ്പോട്ടിൽ ഡയറക്റ്റ് എന്താണോ കാണുന്നത് അത് മാത്രമേ നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നുള്ളൂ. നമുക്ക് നല്ല ഗുഡ് ക്യാമറാസ് ആയാലും ഇത് കണക്കുള്ള അഡ്വാൻസ് ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാവും. എന്തായാലും കീപ് വാച്ചിങ്. നമുക്ക് ഇതിൻ്റെ ഒരു ടെസ്റ്റൊക്കെ ഒന്ന് നടത്തി നോക്കണം. എന്തായാലും ബാക്കി വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്. അപ്പം നമ്മൾ ഡ്രോൺ പറത്താൻ വേണ്ടിയുള്ളൊരു സ്ഥലം തപ്പി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തുള്ളൊരു ചെറിയൊരു ഗ്രൗണ്ടാണ്. ഇവിടെ തൊട്ടടുത്ത് മരങ്ങളൊന്നുമില്ല, ഇച്ചിരി ദൂരെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊന്ന് പറത്തി നോക്കാം. ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ 360യുടെ ഒരു വ്യൂ ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കണം. സോ ഇവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നൂത്ത് നിർത്തിയിട്ട് സെയിം രീതിയിൽ. അതും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഡ്രോൺ നൈസിനൊന്ന് പൊക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോം ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇവിടെയാണ് ഹോം വരുന്നത്. സെയിം ഈ സ്ഥലത്ത് തന്നെ നമുക്ക് ഇറക്കാൻ നോക്കാം. കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെ ഇറങ്ങത്തില്ല, എന്നാലും നമുക്കത് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടേക്ക് ഓഫ് ചെയ്യാം.
ഇതിൽ കയ്യിൽ തന്നെ ഇത് ഹോൾഡ് ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് കയ്യിൽ തന്നെ ഇറക്കാം. ജസ്റ്റ് ഡ്രോൺ ബാക്കിലോട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതെങ്ങനെയൊക്കെയാണെന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഇത് ജസ്റ്റ് മുകളിലേക്ക് ഇട്ടിട്ട് ഈ സെയിം ടൈമിൽ ഈ താഴത്തെ ഈ 2 ബട്ടൺ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടപ്പ് ആവും. നമുക്കൊന്ന് നോക്കാം. താഴെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്കിതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്വിക്ക് ഷോട്ട് എടുക്കാം. ക്വിക്ക് ഷോട്ടിൽ ഇത് ഈ ഓപ്ഷൻ തന്നെ കാണിക്കുന്നുണ്ട്, ഡ്രോൺ തന്നെ പോയിട്ട് ദൂരെ പോയിട്ട് വരുന്നത്. എനിക്ക് ആദ്യം ഇതിൽ ഇഷ്ടപ്പെട്ടത് എല്ലാവരും പറയുന്ന ബൂമറാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ബൂമറാങ്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ബൂമറാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്നെ ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കൊടുക്കാം. ഏത് സൈഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത്, റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ, എവിടെയാണോ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്ത് നോക്കാം. എന്നെയാണ് കറങ്ങി എടുക്കുന്നത്. ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, അത് ഇവൻ തട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും അടുത്ത ഇതിൽ നോക്കാം. അതിനുശേഷം വേറെ ഇപ്പോൾ അടുത്ത ഓപ്ഷൻ ഏതാ ഉള്ളതെന്ന് നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. അടുത്തതായി ചെയ്യാൻ പോകുന്നത് സർക്കിളാണ്. നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് വരാൻ വേണ്ടി സർക്കിൾ ചെയ്യാണ്. ചിലപ്പോൾ മുകളിലോട്ടല്ല, ബാക്കോട്ട് പോയിട്ട് എന്നെ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഏത് സൈഡിലോട്ടാണ് പോകേണ്ടത് അതാക്കാം. റൈറ്റ് സൈഡിലോട്ടാണ് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലോട്ടാണ് ലെഫ്റ്റ് സൈഡിലോട്ടാക്കാം. ഓക്കെ, ഞാനിപ്പം റൈറ്റ് സൈഡിലോട്ട് ആക്കിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. 3, 2, 1. നമ്മൾ എത്രത്തോളം സർക്കിളിൽ അടുത്ത് വെക്കുന്നോ അത്രത്തോളം അടുത്തായിരിക്കും, എത്രത്തോളം ദൂരെ വെക്കുന്നോ അത്രത്തോളം ദൂരെ ആയിരിക്കും. ഞാനിപ്പം കുറേ അടുത്ത് വെച്ചിട്ടുണ്ടാകും ഇത്രയും. നമുക്ക് ഈ ഷോട്ട് തന്നെ ഇച്ചിരി ലോങ് വെച്ച് നോക്കാം. ഓക്കെ, ഈ ഒരു ലോങ്ങിൽ വെച്ചിട്ട് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മരങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, ഇച്ചിരി കൂടെ പൊക്കിയേക്കാം. ഐ തിങ്ക് എന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അടുത്തേക്ക് വിളിച്ചിട്ട് ദൂരേക്ക് പോവുകയാണ്. ഐ തിങ്ക് എന്നെ അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഭയങ്കര സ്ലോ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ സർക്കിൾ ചെയ്യുന്നതാണ് എടുത്തത്. കൊള്ളാം, ആ ഒരു ഓപ്ഷൻ കൊള്ളാം. നമുക്ക് അടുത്ത് എന്താണ് നോക്കാം. ബൂമറാങ്ക് വരുന്നുണ്ട്, റോക്കറ്റ്, ഡ്രോൺ. നല്ല ദൂരെ പോകുന്നതാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും അതൊന്നും പരീക്ഷിച്ച് നോക്കാം.
അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്തിടാൻ പോവുകയാണ്. ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് കണക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ കണക്കുണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്തിട്ട് ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി റിമൂവ് ആയി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ഈ ബാറ്ററിയുടെ ഏകദേശം ചാർജ് തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ബാറ്ററി ഉണ്ട്, അതിടാം. ജസ്റ്റ് സെയിം, ജസ്റ്റ് ഇടുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്ലിക്ക് എന്നൊരു സൗണ്ട് വെക്കും. യാ, ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ബാറ്ററി സെറ്റായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓൺ ആക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു തവണ പ്രസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ലൈറ്റെല്ലാം ബ്ലിങ്ക് ചെയ്യും. എന്നിട്ട് ഒന്ന് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. ഓണായില്ല, വീണ്ടും നമ്മളൊന്നുകൂടെ ഞെക്കി പിടിക്കും. യാ, ഇപ്പോൾ ഓണായിട്ടുണ്ട്, ചതിച്ചില്ല. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ ഒന്നുകൂടെ കണക്ട് ചെയ്തെടുക്കണം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്രോൺ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ടിൽ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഇങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടാണ്. സെയിം ഈ രീതിയിൽ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് മാറും. ഇതിൻ്റെ റൈറ്റ് സൈഡ് തന്നെ ആയിരിക്കും. കാര്യം നമുക്കതിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. ആദ്യം എന്തായാലും ഇത് ഉപയോഗിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കുക, ഇതുപോലെ നല്ല ഇത് കണ്ടോ, ഇത് കണക്ക് നല്ല സ്പേസ് ഉള്ളൊരിടത്ത് കൊണ്ടുപോയി മാത്രമേ ചെയ്യാവൂ. ഞാൻ അവിടെ ഇട്ട് പരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഒരു മരമുണ്ട് അതിൻ്റെ അടിയിലോട്ട് വന്നത്. കാര്യം ഭയങ്കര വെയിൽ, എനിക്കവിടെ എൻ്റെ ഫോണിലെ സ്ക്രീനിലൊന്നും കാണാൻ പറ്റുന്നില്ല. സോ നമുക്ക് എന്തായാലും ഇതൊന്ന് പറത്തി നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. എവിടെയെങ്കിലും കൂടി താങ്ങുമെന്ന് അറിയണമല്ലേ. ഓക്കെ, ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്, ക്യാമറയ്ക്ക് നേരെയാണ് വെക്കുന്നത്. അപ്പോൾ അത് പൊങ്ങുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് കാണാം. വീണ്ടും രണ്ടാമത്തെ ബാറ്ററിയുടെ ചാർജ് ഫുള്ള് തീർന്നു. നമ്മൾ മൂന്നാമത്തെ ബാറ്ററി എടുത്തിരിക്കുകയാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ഗാഹി എന്നല്ലേ പറയുന്നത്, എന്താ എനിക്കിതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ കണ്ട് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തായാലും ലാസ്റ്റത്തെ ഒരു ബാറ്ററിയും ഉണ്ട്, ഇതും കൊണ്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് പരീക്ഷണങ്ങളോടെ നോക്കട്ടെ. എന്തായാലും കീപ്പ് വാച്ചിങ്.
അപ്പം ഏറെക്കുറെ നമ്മൾ പറപ്പിക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. 3 ബാറ്ററിയും ഓൾമോസ്റ്റ് ഡെഡായി. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേരെ. എന്തായാലും അടുത്തൊരു